തന്നെ തന്നെയാണോ വിളിച്ചത് എന്ന ആശ്ചര്യത്തിൽ നിദ്ര മഹാദേവനെ നോക്കി. എന്തെങ്ങനെ നോക്കുന്നത്? മോളെ തന്നെയാ അച്ഛൻ വിളിച്ചത്. അച്ഛൻ എന്നുള്ള ആ പരാമർശത്തിൽ നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെന്താ ഫുഡ് കഴിക്കാത്തത്? വാ, അവിടെ ഗായത്രി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പട്ടിണി ഇരുന്നാലേ മോൾക്ക് എന്തെങ്കിലും അസുഖം വരും. ഇനി ഞങ്ങൾക്ക് മോള് മാത്രമേ ഉള്ളൂ. ആ മകനുണ്ടായത് ഇങ്ങനെ ആയില്ലേ? നിന്നോട് അവൻ ചെയ്ത തെറ്റിന് ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ നിദ്രയ്ക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ മുഖം പൊത്തി പൊട്ടി കരഞ്ഞു. മഹാദേവൻ അവളുടെ ശിരസിൽ തഴുകി. മോളെന്തിനാ കരയുന്നത്? അവന് നിന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. നമ്മുടെ മൂല്യം അറിയാൻ സാധിക്കാത്തവരെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടൊരു കാര്യവുമില്ലല്ലോ. അച്ഛൻ എന്നോട് ഒരിക്കലും മിണ്ടിയിട്ട് കൂടിയില്ലല്ലോ. ഇപ്പോൾ എന്നോട് തോന്നുന്ന സഹതാപം കൊണ്ടാണോ? അവൾ കരച്ചിനിടയ്ക്ക് ചോദിച്ചു. മഹാദേവനൊന്ന് പതറി. അവളുടെ ആ ചോദ്യത്തിൽ അയാൾക്ക് വേദന തോന്നി. പാവം കുട്ടി അവളെ ഒരുപാട് അവഗണിച്ചിട്ടുണ്ട്. വയസ്സായില്ല മോളെ, അതിൻ്റേതായ കുറേ മുൻശുണ്ടികളും വാശികളുമൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിൽ ശുദ്ധമാകട്ടോ. മോളങ്ങ് ക്ഷമിച്ചേക്ക്. ഇനി അച്ഛൻ മോളെ വേദനിപ്പിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കിനി നീ മാത്രമേ ഉള്ളൂ. നിന്നോടിപ്പം മിണ്ടാൻ വന്നത് നിന്നോടുള്ള സഹതാപം കൊണ്ടാണെന്ന് നീ ഒരിക്കലും കരുതല്ലേ. ദേവേട്ടനെ ഒന്ന് വിളിക്കണ്ടേ അച്ഛാ? എനിക്കൊരു ക്ഷമ പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് വിവരങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ദേവേട്ടനെ വെറുക്കുന്നത്. നിദ്ര വിതുമ്പി. മഹാദേവൻ വേദനയോടെ അവളെ നോക്കി. മോൾ കാരണമാണോ ഇതെല്ലാം? അവനൊരു കാമുകി ഉണ്ടായത് മോള് കാരണമാണോ? കല്യാണം കഴിക്കാതെ അവൻ അവളെ കൂടെ താമസിപ്പിച്ചത് മോള് കാരണമാണോ? വേണ്ട, അങ്ങനെ ഒരുവൾ ഉണ്ടായിട്ടും നിന്നെ വിവാഹം ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു അവന്? മോള് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും തന്നെ നിന്റെ തെറ്റില്ല എന്നാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. മോള് രുദ്രയോർത്ത് തലപുണ്ണാക്കിണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ? എന്താ മോള് ചോദിക്ക്. ദേവേട്ടന് സാറയെ ഇഷ്ടമാണ്. ഞാൻ ഒഴിഞ്ഞു പോയാൽ അവർക്ക് വിവാഹം കഴിക്കാനും തടസ്സമില്ല. ദേവേട്ടനെയും സാറയെയും അച്ഛന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ട് വന്നൂടെ? എൻ്റെ കാര്യമോർത്ത് വിഷമിക്കേണ്ട അച്ഛാ. എനിക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ കാരണം നിങ്ങൾ ദേവേട്ടനെ പിരിയരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. തങ്ങളോടും രുദ്രനോടുമുള്ള അവളുടെ കരുതൽ കണ്ട് മഹാദേവൻ്റെ നെഞ്ച് നിറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ മകൻ ഇത്രയും നല്ലൊരു കുട്ടിയെ വിധിച്ചിട്ടില്ലായിരിക്കാം. ഇല്ല മോളെ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഞാൻ രുദ്രനെയും അവൻ്റെ കാമുകിയെയും ഇങ്ങോട്ട് ക്ഷണിക്കാൻ പോകുന്നില്ല. നീ എൻ്റെ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീയാണ് എൻ്റെ മകളും മരുമകളും. ഞങ്ങളെ വിട്ടു പോകരുതെന്ന് മാത്രമേ എനിക്ക് മോളോട് അപേക്ഷിക്കാൻ കഴിയൂ. അങ്ങനെയായാൽ ഗായത്രി അമ്പെ തകർന്നു പോകും. ഇപ്പോൾ തന്നെ ആകെ വിഷമത്തില. നിദ്ര നിസ്സഹായതയോടെ മഹാദേവനെ നോക്കി. ഗായത്രിയെ പിരിയുന്ന കാര്യം അവൾക്കും ചിന്തിക്കാനേ വയ്യായിരുന്നു. ഇപ്പോൾ മോൾ അതൊന്നും ചിന്തിക്കേണ്ട. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അച്ഛനും ഒന്നും കഴിച്ചിട്ടില്ല. നിന്റെ അമ്മയും ഭക്ഷണം വിളമ്പി വെച്ച് കാത്തിരിക്കുക നീ വരാൻ വേണ്ടി. ആ ക്ഷണം കേട്ട് നിദ്രയുടെ മനസ്സ് നിറഞ്ഞുപോയി. അവൾ കണ്ണുകൾ തുടച്ച് പുഞ്ചിരിച്ചു. ഞാൻ വരാം അച്ഛാ. മഹാദേവനും ഗായത്രിയും നിദ്രയും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. തമാശ പറഞ്ഞും ചിരിച്ചും അവൾ തങ്ങളുടെ വേദനകൾ മറക്കാൻ ശ്രമിച്ചു. സമയം 9:30 കഴിഞ്ഞിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് രുദ്രൻ. അവന് നിദ്രയുടെ ഓർമ്മകൾ തന്നെയായിരുന്നു. ഒന്ന് വിളിക്കണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ട്, ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ എന്താണ് അവളോട് പറയുക? മൊബൈൽ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ്റെ ഹൃദയം പിടച്ചു. വേഗം തന്നെ ഫോൺ എടുത്തു നോക്കി. പക്ഷേ അതിലെ നമ്പർ കണ്ടതും അവന് ഭയം തോന്നി. അച്ഛൻ. രുദ്രൻ സ്വയം അറിയാതെ മന്ത്രിച്ചു പോയി. രുദ്രൻ വിറയലോടെയാണ് ഫോൺ എടുത്തത്. അമ്മ പറഞ്ഞ ഏറെക്കുറെ വിവരങ്ങൾ അച്ഛൻ്റെ ചെവിയിലും എത്തിക്കാണുമെന്ന് അവനറിയാം. രുദ്രന് വല്ലാത്ത വേദന തോന്നിപ്പോയി. ആദ്യമേ അച്ഛനുമായുള്ള ബന്ധത്തിൽ അകൽച്ചയുള്ളതാണ്. ഇനി ഇതുകൂടി അറിയേണ്ട താമസം അച്ഛൻ തന്നെ പൂർണ്ണമായും തള്ളിക്കളയും, വെറുക്കും. രുദ്രന് തല പൊട്ടി പിളരുന്നത് പോലെ വേദന തോന്നി. എങ്കിലും ഫോൺ എടുക്കാതിരുന്ന അത് അച്ഛനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുക മാത്രമേ ചെയ്യൂ. ഹലോ അച്ഛാ. രുദ്രൻ്റെ വിറയലോടെയുള്ള സ്വരം കാതിൽ പതിച്ചതും മഹാദേവൻ്റെ മുഖം ദേഷ്യത്താൽ കനത്തു. അറിഞ്ഞു സൽപുത്രൻ ചെയ്തു കൂട്ടിയ ഗുണപതികാരങ്ങളൊക്കെയും ഞാനിപ്പോൾ. പക്ഷെ വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ നിനക്ക്? മറുപുറത്ത് മൗനമായിരുന്നു രുദ്രൻ്റെ മറുപടി. അറിയാമോ എന്ന്? മഹാദേവൻ്റെ ഘനഗംഭീരമായ ശബ്ദം ചെവിയിൽ വന്നലയടിച്ചപ്പോൾ രുദ്രൻ അറിയാതെ ശബ്ദിച്ചു പോയി. അറിയാമച്ച, എന്നെ മനസ്സറിഞ്ഞ് ശപിക്കാൻ
എന്നെ പോലൊരു മകനുണ്ടായിപ്പോയത് ഏതോ മുജ്ജന്മ പാപം ചെയ്തു പോയത് കൊണ്ടാണെന്ന് പറഞ്ഞ് എന്നെ തകർക്കാൻ. അതിദയനീയമായി രുദ്രൻ്റെ സ്വരം. എങ്കിലല്ല, നിനക്ക് തെറ്റി. ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് ഒരു താങ്ക്സ് പറയാനാണ്. മഹാദേവൻ എന്താണ് പറയാൻ വരുന്നതെന്ന് രുദ്രന് മനസ്സിലായില്ല. ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ഒരു തെറ്റുപറ്റി. പക്ഷേ നീ കാരണം ഞങ്ങൾക്കൊരു നല്ല മകളെ കിട്ടിയല്ലോ, അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത്. നിദ്രയെക്കുറിച്ചാണ് അച്ഛൻ പറയുന്നത് എന്ന് ഓർത്തപ്പോൾ രുദ്രൻ്റെ മനസ്സിലൊരു വേദന തിങ്ങി നിറഞ്ഞു. ആ കുട്ടിയുടെ നല്ല മനസ്സ് കാരണം അത് നിന്നെപ്പറ്റി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവൾ ഇവിടെ നിന്ന് മാറി തരാം, നീ നിന്റെ കാമുകയെ കൊണ്ട് ഈ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന്. അവൾ നിങ്ങളുടെ ഇടയിൽ തടസ്സമായി വരില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കണമെന്ന്. പക്ഷെ ഞാൻ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയുമോ? രുദ്രൻ അതിൽ അത്ഭുതമില്ലായിരുന്നു. കൂടെയുണ്ടായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ നിദ്രയെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തങ്ങൾക്കിടയിൽ തടസ്സമായി നിൽക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവൾ ഇവിടെ നിന്നും പോയത്. അവളുടെ പകരം മറ്റൊരു പെൺകുട്ടിയായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും തൻ്റെ ഭാര്യാസ്ഥാനം ഉപേക്ഷിച്ച് പോകുമായിരുന്നില്ല. രുദ്രൻ അച്ഛൻ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കാത്തു. ഞാൻ അവൾ എൻ്റെ മകളായി മനസ്സുകൊണ്ട് സ്ഥാനം കൊടുത്തു കഴിഞ്ഞു. നിനക്ക് പകരമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ മകളോട് ഇത്തരത്തിലൊരു ചതി ചെയ്ത നിന്നെ ഞാൻ ഇപ്പം എൻ്റെ മകനായി പോലും കണക്കാക്കുന്നില്ല. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് അച്ഛൻ്റെ വാക്കുകൾ രുദ്രൻ്റെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിലും ഇതെല്ലാം താൻ അർഹിക്കുന്നു എന്നൊരു മാനസികാവസ്ഥയോടെ അവനെല്ലാം കേട്ടുനിന്നു. ഞാൻ അവളെ പഠിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ മകൾ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ അവളെ UK പഠിക്കാൻ വിടുകയാണ്. നിന്റെ കണ്ണെത്താ ദൂരത്തോളം അവളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് അവളെ കൈവിട്ട് കളഞ്ഞത് നീ ഒരിക്കൽ ദുഃഖിക്കും രുദ്ര. എൻ്റെ വാക്കുകൾ നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. രുദ്രൻ തറഞ്ഞിരുന്നു പോയി അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ. നിദ്രാരികിൽ നിന്നും പോയതിനേക്കാൾ വലിയൊരു വേദനയായിരുന്നു അച്ഛൻ അവന് നൽകിയത്. ചിലപ്പോൾ ഇനി ഒരിക്കലും അവളെ ഒന്ന് കണ്ടേക്കാൻ സാധ്യതയില്ലാത്ത വണ്ണം അവൾ കൺമറഞ്ഞു പോകുകയാണെന്നൊക്കെയും അവന് തോന്നിപ്പോയി. നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വിളിക്കാനിരിക്കുകയായിരുന്നു അവൾ. അതിൻ്റെ ആവശ്യമില്ലെന്നും നീ ഇപ്പോൾ നിന്റെ കാമുകിയോടൊപ്പം വിലസുകയായിരിക്കുമെന്ന് ഞാൻ അവളോട് പറയാൻ പോവുകയാണ്. ഇനി മുതൽ നീയും അവളുമായി യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇനിയും കൂടുതൽ തുടർന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഉടനെ തന്നെ മഹാദേവൻ ഫോൺ വെച്ചു. രുദ്രൻ നിദ്രയെക്കുറിച്ച് തന്നെ ഓർത്തുപോയി. തന്നെ കരുതി തന്നേക്കാൾ അധികം വേദനിച്ചു കൊണ്ടിരിക്കുന്നത് അവളായിരിക്കുമെന്ന് അവന് തോന്നി. അവൾ കാരണം താൻ മറ്റുള്ളവർക്ക് മുന്നിൽ മോശപ്പെട്ടവനായി എന്ന് കരുതിയാകും നിദ്ര വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഹൃദയം ആർദ്രമായി. രുദ്രൻ അപ്പോൾ തന്നെ അവളുടെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. ഇനി ഒരിക്കലും അച്ഛൻ തന്നോട് അവളെ ബന്ധപ്പെടാൻ യാതൊരു തരത്തിലും ശ്രമിക്കരുത് എന്ന് പറഞ്ഞതിനെ പറ്റി രുദ്രൻ ഓർമ്മിച്ചു. എങ്കിലും അവസാനമായി അവളുടെ ശബ്ദം കേൾക്കണമെന്ന് തന്നെ അവന് തോന്നിപ്പോയി. ചിലപ്പോൾ അവളുടെ മനസ്സിലുണ്ടാകുക തനിക്ക് അവളോട് ദേഷ്യമായിരിക്കുമെന്നാകും. അമ്മയോട് അവളെല്ലാം പറഞ്ഞത് നന്നായി എന്ന് തന്നെയാണ് അവന് തോന്നിയത്. എത്രയും വേഗം എല്ലാവരും എല്ലാം അറിയുന്നു അത്രയും കാര്യങ്ങൾ എളുപ്പമാകും. ഉടൻ തന്നെ ഫോൺ എടുത്ത് നിദ്രയുടെ നമ്പറിൽ രുദ്രൻ ഫോൺ ചെയ്യാൻ തുടങ്ങി. റിങ് പോകുന്നുണ്ടായിരുന്നു. മുറിയിൽ തന്നെ നിൽക്കുകയായിരുന്നു നിദ്ര ആ സമയം. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ രുദ്രനാകുമോ എന്ന് കരുതി ഓടിച്ചെന്ന് അവൾ ഫോൺ എടുത്തു. രുദ്രൻ തന്നെയാണ് വിളിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഒരേ സമയം അവൾക്ക് സന്തോഷവും ഭയവും തോന്നിപ്പോയി. തന്നെ വഴക്ക് പറയാനും ദേഷ്യപ്പെടാനും വേണ്ടിയാകുമോ അവൻ വിളിക്കുന്നത്? എന്തു വന്നാലും അത് കേൾക്കാൻ താൻ ബാധ്യസ്ഥയാണ്. എങ്കിലും ഫോൺ എടുത്ത് സംസാരിക്കാൻ തന്നെ നിദ്ര കരുതി. മോളെ. അതേസമയം അങ്ങോട്ട് വന്ന ഗായത്രി ദേവി ഫോൺ പിടിച്ചു നിൽക്കുന്ന നിദ്രയെ കണ്ടതും ഒന്നവളെ സൂക്ഷിച്ചു നോക്കി. അമ്മയെ കണ്ടയുടൻ ഫോൺ മാറ്റിവെച്ച് ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു നിദ്ര. അവൾ അറിയാതെ കോൾ ബട്ടൺ അമർത്തി പോയിരുന്നു. ആരാ ഫോണിൽ? ശബ്ദം കനപ്പിച്ചുകൊണ്ട് ഗായത്രി ദേവി ചോദിച്ചു. നിദ്ര ഭയന്ന് മൗനമായി നിൽക്കുന്നത് കണ്ടതോടെ ഗായത്രി ദേവി ഫോൺ അവളിൽ നിന്നും ബലമായി തന്നെ പിടിച്ചു വാങ്ങി. അമ്മയുടെ സ്വരം അപ്പുറത്തു നിന്നും രുദ്രനും കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ എന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു, വാ താഴേക്ക്. ഫോൺ കട്ട് ചെയ്യാതെ തന്നെ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഗായത്രി ദേവി പറഞ്ഞു. നിദ്ര ഒന്ന് തലയാട്ടി. അമ്മയുടെ സ്വരം ശ്വാസം അടക്കി പിടിച്ച് കേൾക്കുകയായിരുന്നു രുദ്രൻ. പിന്നെ നിന്റെ മുൻ ഭർത്താവിനോട് ഈ വിളി നിർത്തിക്കോ എന്ന് പറഞ്ഞേക്ക്. നിന്റെ ഫോൺ നമ്പർ മാറ്റാൻ പോവുക ഞാൻ. മറ്റൊന്നും പറയാൻ നിൽക്കാതെ അവർ മുഖം തിരിഞ്ഞു നടന്നു.
നിദ്ര മിടിക്കുന്ന ഹൃദയത്തോടെ ഫോൺ ഉടൻ കട്ട് ചെയ്ത് കളഞ്ഞു. അമ്മയ്ക്ക് രുദ്രൻ വിളിച്ചത് പോലും ഇഷ്ടമായിട്ടില്ല. ഇനി ഒരിക്കലും ഒരു ബന്ധവും വേണ്ട എന്ന് തന്നെ നിദ്ര നനച്ചു. നിദ്ര ഫോൺ കട്ട് ചെയ്തതോടെ രുദ്രൻ തകർന്നു പോയിരുന്നു. അവളുടെ സ്വരം പോലും അവൻ കേൾക്കാൻ സാധിച്ചില്ല എന്നതാണ് അവനുണ്ടായിരുന്ന വിഷമം. രുദ്രൻ ദേഷ്യം കൊണ്ട് അലറി വിളിച്ചുപോയി. ഈ അവസ്ഥ തനിക്ക് വരാൻ കാരണം ആരാണോ തങ്ങളെ അന്ന് ആ ഹോട്ടലിൽ വെച്ച് പൂട്ടിയത് അവരാണെന്ന് അവന് തോന്നിപ്പോയി. അവർ കാരണമാണ് തനിക്ക് നീ കാണുന്ന ഗതി ഉണ്ടായത്. തൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്, നിദ്രയുടെ ജീവിതം മാറി മറിഞ്ഞത്. രുദ്രൻ ഉടൻ തന്നെ അവൻ്റെ ഉറ്റ സുഹൃത്തും വഴികാട്ടിയുമൊക്കെയായ ആര്യനെ ഫോൺ വിളിച്ചു. ആര്യൻ ഡയറക്ടറും സിനിമാ നടനുമൊക്കെയാണ്. ആഭ്യന്തരമന്ത്രി രാഘവൻ നമ്പ്യാരുടെ മകനും കൂടെയാണ് ആര്യൻ. ആദ്യമായി നിദ്രയുടെ ഒപ്പം ഹോട്ടലിൽ വെച്ച് താൻ പിടിക്കപ്പെട്ടപ്പോൾ രക്ഷിക്കാനുണ്ടായത് അവർ മാത്രമാണ്. ആര്യന് തന്നെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിയാം, താൻ വഴി നിദ്രയെ പറ്റിയും. ഹലോ, എന്താടാ ഈ നേരത്ത്? ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഒന്ന് മയങ്ങാൻ തുടങ്ങുകയായിരുന്നു. ആര്യൻ്റെ കുഴഞ്ഞ സ്വരം രുദ്രൻ കേട്ടു. സമയം നോക്കിയപ്പോൾ 11 കഴിഞ്ഞിരുന്നു. എടാ സോറി, ഞാനൊരു അത്യാവശ്യമായ കാര്യം പറയാനുണ്ടായിരുന്നു, അതാ ഞാൻ വിളിച്ചത്. നീ പറയടാ. എടാ നിദ്ര, അവളെന്നെ വിട്ട് പോയടാ. പോയെന്നോ? എങ്ങോട്ട് പോയെന്ന്? ആര്യൻ ഞെട്ടലോടെ തിരക്കി. രുദ്രൻ വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ആര്യനോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ അവൻ്റെ ദേഷ്യമാണ് വന്നത്. നിനക്ക് വട്ടായിരുന്നു രുദ്ര, ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ ആ ഉഡായിപ്പ് സാറിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ. ഇത്രയും നല്ലൊരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയിട്ട് അവളെ വിട്ട് കളഞ്ഞ നിനക്ക് നല്ല അടിയുടെ കുറവുണ്ടായിട്ടാ. ആര്യൻ അവനെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞു. ഉഡായിപ്പോ? ആര്യ, നിനക്ക് സാറിയെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. എന്ന് കരുതി നീ അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണം? നീ അവളുടെ സ്വഭാവം ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടോ? അവൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വെറും കടപ്പാടിൻ്റെ പേരിൽ അവളെ തിരസ്കരിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോഴായി ഞാൻ നിന്നെ ഉപദേശിച്ചതാ അവൾ നല്ലതല്ലെന്ന്. നിനക്ക് അത് വഴിയെ മനസ്സിലാകും, അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറിയില്ല. ആര്യൻ സംസാരിക്കുന്നതൊന്നും രുദ്രന് മനസ്സിലായില്ല. അവൻ്റെ തലയിൽ 1000 പ്രശ്നങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുകയായിരുന്നു. എടാ, ഞാനിപ്പോൾ നിന്നോടൊരു സഹായം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അന്നെൻ്റെ കൂടെ ആ ഹോട്ടലിൽ വെച്ച് നിദ്രയെ കുരുക്കിയത് ആരാണെങ്കിലും നീ എനിക്ക് കണ്ടെത്തി തരണം. ഞാൻ അന്വേഷിച്ചിട്ട് അതെല്ലാം പാതിയിൽ വഴിമുട്ടി നിൽക്കുകയാണ്. എനിക്ക് നിൻ്റെ സഹായം വേണം. ഞാൻ എന്ത് ചെയ്യണം നീ പറ. നീ നിൻ്റെ അച്ഛൻ്റെ ഹോൾഡ് വെച്ചിട്ട് എനിക്കതൊന്ന് പ്രൈവറ്റായി അന്വേഷിച്ച് തരണം. ഇനി അതിൽ മാത്രമാണ് എനിക്ക് പ്രതീക്ഷ. ശരി, ഞാൻ ചെയ്യാം. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം? നിദ്ര പോയില്ലേ? നീ ഇനി അതൊക്കെ ചെയ്തതുകൊണ്ട് അവൾ തിരികെ വരുമോ? അവൾ വരില്ലടാ, ഒരിക്കലും വരില്ല. പക്ഷേ ഇതെനിക്കറിഞ്ഞേ തീരൂ, എൻ്റെ വാശിയാണിത്. എനിക്ക് നിന്നെ മനസ്സിലാകും രുദ്ര. അത് ചെയ്തത് ആരാണെങ്കിലും നമ്മളത് കണ്ടുപിടിച്ചിരിക്കും. നീ എനിക്കൊരു മാസം താ, ആര്യൻ പറഞ്ഞു. രുദ്രൻ ആശ്വാസത്തോടെ ഫോൺ വെച്ചു. പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയൊക്കെ വെച്ച് രുദ്രൻ അന്വേഷിച്ചു. എങ്കിലും ഹോട്ടലിൽ നിന്ന് CCTV പോലും കണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഒരുപാട് വഴികൾ സഞ്ചരിച്ച് അന്വേഷണം തുടർന്നെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് അന്വേഷണം വഴിമുട്ടിയിരിക്കും. ഇനി എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും താൻ അത് കണ്ടുപിടിച്ചിരിക്കും, രുദ്രൻ നിശ്ചയദാർഢ്യത്തോടെ മനസ്സിൽ കരുതി. അതേസമയം ഫോണിൽ സാറ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവൻ കട്ടിലേക്ക് കിടന്നു. അവൻ്റെ മനസ്സിൽ മുഴുവൻ നിദ്രയായിരുന്നു. ഇനി അവൾ അബ്രോഡ് പോകുന്നു എന്നോർത്തപ്പോൾ അവൻ്റെ തല ചൂട് പിടിക്കാൻ തുടങ്ങി. അവളെ തനിക്ക് നഷ്ടമായിരിക്കുന്നു. ചിലപ്പോൾ ഇനി ഒരിക്കൽ കൂടി കാണാനുള്ള അവസരങ്ങൾ കൂടി നിഷേധിക്കപ്പെട്ടേക്കാം. ഒരേ സമയം കട്ടിൽ കിടന്ന് ഇരുവരുടെയും മനവും മിഴികളും കരഞ്ഞുകൊണ്ടിരുന്നു.